ഹായ് ആപ്റ്റിവൻ. അപ്പോൾ ഇന്ന് നമ്മൾ വൈറ്റ് ക്യാപ്പ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഹാ ഷഹർ കെ വികാസ് और मजदूरों के जीवन के बीच की कौन सी സ്ഥിതി ദിഖായി ദേത്തി ഹെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് പട്ടണങ്ങളുടെ വികസനവും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിതവും അതിന്റെ ഇടയിലുള്ള എന്തൊരു സ്ഥിതി, എന്തൊരു അവസ്ഥയാണ് ദിഖായി ദേത്തി ഹെ കാണപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെഹർ മേ ഹർ സാൽ നയി ഇമാരത്തെ ബൻ രഹി ഥി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് പട്ടണത്തില് ഹർ സാൽ എല്ലാ വർഷവും നയി ഇമാരത്തെ പുതിയ എന്താണ് ഇമാരത്ത് എന്ന് വെച്ചാൽ ബിൽഡിങ്സ് ബൻ രഹി ഥി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. पर जो मजदूर इन इमारतों को बनाते थे वे खुद बेघर होकर ഗന്ദി ജോപ്പിടിയോ മേ രഹത്തെ ഥേ. പക്ഷേ എന്താണ് ആരാണോ ഏത് തൊഴിലാളികളാണോ ഈ ഇമാരത്ത് ഈ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അവര് ഖുദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സ്വയം ബേഘർ എന്ന് വെച്ചാൽ വീടില്ലാതെ ബേഘർ ഹോക്കർ താമസിക്കാൻ ഒരു ഇടമില്ലാതെ ഗന്ദി ജോപ്പിടിയോ മേ രഹത്തെ ഥേ. ഗന്ദി എന്ന് വെച്ചാൽ വൃത്തിഹീനമായിട്ടുള്ള, ജോപ്പിടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടില്. അപ്പം ചെറിയ വൃത്തിഹീനമായിട്ടുള്ള കുടിലുകളിലൊക്കെയാണ് ഈ തൊഴിലാളികൾ താമസിച്ചിരുന്നത്. യ അമീരി और ഗരീബി के बीच का बड़ा फर्क दिखाता है. ഇത് അമീരി എന്ന് വെച്ചാൽ എന്താണ് റിച്ച് ആയിട്ടുള്ള ഒരു അവസ്ഥ, ഗരീബി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ ആയിട്ടുള്ള, അതായത് സമ്പത്തുള്ള ആളുകളുടെയും അതുപോലെ തന്നെ സമ്പത്ത് ഇല്ലാത്ത ദരിദ്രരായ ആളുകൾ, ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് എന്നാണ്. അപ്പം ഈ രണ്ട് ടൈപ്പ് ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഈ രണ്ട് ടൈപ്പ് സാഹചര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഹാ കേശവ് കി വ്യക്തിത്വ കി ക്യാ ക്യാ വിശേഷതായി ഉഭർ ആത്തി ഹെ. ഇവിടെ കേശവ് എന്ന കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് കാണാനായിട്ട് കഴിയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന് ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേശവ് എക് ജിജ്ഞാസു ഓർ ഖേൽ കാ ഷോക്കീൻ ബച്ചാ ഥാ. കേശവ് എന്താണ് വളരെ ജിജ്ഞാസയുള്ള, ജിജ്ഞാസു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിജ്ഞാസയുള്ള, അതുപോലെ തന്നെ ഖേൽ കാ ഷോക്കീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിലൊക്കെ ഷോക്കീൻ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള താല്പര്യമുള്ള ബച്ചാ ഥാ കുട്ടിയായിരുന്നു. ജോ ലഡ്കോ കെ മസാഖ് ഓർ താനു കെ ബാവജൂദ് ഹാർ നഹി മാൻതാ ഥാ. ആ കുട്ടി എന്താണ് മറ്റ് ആൺകുട്ടികൾ തന്നോട് ചെയ്യുന്ന മസാഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ കളിതമാശയ്ക്ക് ഓരോന്ന് ചെയ്യും, കളിയാക്കൊക്കെ ചെയ്യും. അതുപോലെ തന്നെ താനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തുവാക്കുകൾ, കെ ബാവജൂദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായിട്ടും മറ്റുള്ള കുട്ടികൾ അവനെ കളിയാക്കാറുണ്ട്, കുത്തുവാക്കുകൾ പറയാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും എന്നുള്ളതാണ് ബാവജൂദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാർ നഹി മാൻതാ ഥാ, തോൽവി സമ്മതിക്കുന്നില്ലായിരുന്നു. ഓർ മുസ്കുരാത്തെ ഹുവേ ഖേൽ ദേഖ്താ രഹ്താ ഥാ, എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട്, മുസ്കുരാത്തെ ഹുവേ എന്ന് വെച്ചാൽ പുഞ്ചിരിച്ചുകൊണ്ട്, ഖേൽ ദേഖ്താ രഹ്താ ഥാ ആ ഒരു മാച്ച് കണ്ടുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ गुल्लू को खेलने न भेजने के घर वालों के इरादे पर आपका विचार क्या है എന്നുള്ളതാണ്. ഗുല്ലുവിനെ കളിക്കാനായിട്ട് വിടാത്തതിലുള്ള വീട്ടുകാരുടെ എന്താണ് ഇരാദ എന്ന് വെച്ചാൽ ഉദ്ദേശം, അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. घर वाले चाहते थे कि ഗുല്ലു പഠായി പർ ധ്യാൻ ദേ. വീട്ടുകാർ ആഗ്രഹിച്ചിരുന്നത് എന്താണ്, ഗുല്ലു പഠിപ്പിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ധ്യാൻ ദേന എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. इसलिए वे उसे केशव जैसे गरीब बच्चे के साथ खेलने से रोकते थे. അതുകൊണ്ട് തന്നെയാണ് അവര് കേശവനെ പോലെയുള്ള എന്താണ് ഒരു ദരിദ്രനായ കുട്ടിയോടൊപ്പം കളിക്കുന്നതിൽ നിന്ന് അവർ സ്റ്റോപ്പ് ചെയ്തിരുന്നത്. यह सोच गलत थी क्योंकि इससे केशव के साथ भेदभाव हो रहा था. ഈ ഒരു സോച്ച് എന്ന് വെച്ചാൽ ഈ ഒരു ചിന്ത എന്താണ് ഗലത് ഥി എന്നാണ് പറയുന്നത്, തെറ്റായിരുന്നു. ക്യോക്കി എന്തുകൊണ്ടെന്നാൽ ഇസ്സെ കേശവ് കെ സാത്ത് ഭേദ്ഭാവ് ഹോ രഹാ ഥാ. ഈ ഒരു ചിന്തയിൽ എന്താണ് ഉണ്ടാകുന്നത്, കേശവിന് ഒരു ഭേദ്ഭാവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വിവേചനം അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ. ഭേദ്ഭാവിന്റെ അർത്ഥം അതാണ്. അതായത് കേശവന് ഒരു വേറിട്ട രീതിയിൽ കണ്ടിരുന്നത് കൊണ്ടാണ് ഇത്തരം കുട്ടികളോടൊപ്പം ഒന്നും കളിക്കാൻ പോകരുത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വേർതിരിവിനാണ് ഭേദ്ഭാവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കേശവ് ऐसा സപ്ന ക്യൂ ദേഖ്താ ഹോഗ. കേശവ് ഇത്തരം ഒരു സ്വപ്നം എന്തുകൊണ്ടാണ് കാണുന്നത്, എന്തുകൊണ്ടാണ് കേശവ് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നത് എന്നാണ് ചോദിക്കുന്നത്.
അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേശവ് കോ ഖേൽനെ കാ മौका नहीं मिलता था. കേശവിന് എന്താണ് കളിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം, മോക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസരം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം അവസരം കിട്ടുന്നില്ലായിരുന്നു. इसलिए उसका मन सपनों में वह सब पूरा करना चाहता था जो असली जिंदगी में उसे नहीं मिल पा रहा था. അവന് എന്താണ് യഥാർത്ഥത്തില് ഇത് നടക്കുന്ന ഒരു കാര്യമില്ല, കുട്ടിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് അവന്റെ മനസ്സ് സ്വപ്നങ്ങളിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അസ്ലി ജിന്ദഗി എന്ന് വെച്ച് കഴിഞ്ഞാല് യഥാർത്ഥ ജീവിതം എന്നുള്ളതാണ്. അപ്പം എന്താണ് ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളൊരു സംഭവം കുട്ടിക്ക് റിയൽ ലൈഫിൽ പോസിബിൾ അല്ലാത്തത് കൊണ്ട് സ്വപ്നത്തില് അത് മനസ്സ് നടത്തി കാണിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചലോ യാർ കാം ബൻ ഗയാ ക്യാ ലഡ്കോ കാ യ വ്യവഹാർ ഉചിത് ഹൈ ക്യോ. അതായത് ഈ ബോയ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, നോക്ക് നമ്മുടെ ആവശ്യം എന്തായാലും നടന്നു എന്നുള്ളത്. അപ്പം ആ ബോയ്സിന്റെ ഇത്തരം ഒരു പെരുമാറ്റം, വ്യവഹാരം എന്ന് വെച്ചാൽ പെരുമാറ്റം ഉചിതമാണോ, എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. നെഹി യ വ്യവഹാർ ബിൽക്കുൽ ഗലത് ഥ. അല്ല, ഈ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് ബിൽക്കുൽ ഗലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തെറ്റാണ് എന്നുള്ളത് തന്നെയാണ്. കേശവ് ഉൻകി ബോൾ ലാനെ കി കോശിഷ് മേ ഗിർക്കർ ഘായൽ ഹോ ഗയാ ഥ. കേശവ് അവരുടെ ബോള് എടുത്തുകൊണ്ട് വരാനുള്ള ആ ഒരു പരിശ്രമത്തിലാണ് വീണിട്ട് കേശവിന് മുറിവ് പറ്റിയത്. അപ്പം കോശിഷ് എന്ന് വെച്ചാൽ പരിശ്രമം, ഗിർക്കർ എന്ന് വെച്ചാൽ വീണിട്ട്, ഘായൽ എന്ന് വെച്ചാൽ മുറിവേൽക്കുക, ഘായൽ ഹോനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവേൽക്കുക. അപ്പം കേശവ് എന്താണ്, ഇവരുടെ ആവശ്യത്തിന് വേണ്ടി പോയിട്ടാണ് കേശവന് മുറിവ് പറ്റിയത്. ഫിർ ബി വേ സിർഫ് അപ്നി ബോൾ വാപ്പസ് മിൽനെ കി ഖുഷി മനാ രഹേ ഥേ. പക്ഷെ അവരെന്താണ്, അവരുടെ ബോള് കിട്ടിയ ഒരു സന്തോഷം അതൊരു സെലിബ്രേഷൻ ആക്കി മാറ്റാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉസ്കി ചിന്ത നഹി കർ രഹേ ഥേ. കേശവനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു പെരുമാറ്റം ശരിയല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, यहाँ केशव के प्रति लड़कों की मनोवृत्ति में आया परिवर्तन किसकी ओर संकेत करता है. ഇവിടെ എന്താണ്, കേശവിനെ പ്രതിയുള്ള ലഡ്കോ കി മനോവൃത്തി മേ ആയ പരിവർത്തൻ, ആ ബോയ്സിന്റെ ചിന്തയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം കിസ്കി ഓർ സംകേത് കർത്താ ഹെ, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, यह इस बात की ओर इशारा करता है कि केशव की चोट और उसकी मदद करने के जज्बे को देखकर लड़कों के मन में उसके लिए सच्चा प्यार और अपनापन जाग गया था. ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേശവിന്റെ ചോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവ്, അതുപോലെ തന്നെ ഉസ്കി മദത് കർണിക്ക് ജസ്ബേക്കോ ദേക്കർ, അതായത് അവന്റെ ആ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ലഡ്കോക്ക് മൻമേ, ആ ആൺകുട്ടികളുടെ മനസ്സില് ഉസ്കി ലിയെ സച്ചാ പ്യാർ, അവനെ പ്രതി എന്താണ്, സച്ചാ പ്യാർ എന്ന് വെച്ചാൽ യഥാർത്ഥ സ്നേഹം, അതുപോലെ തന്നെ അപ്നാപ്പൻ ജാഗ് ഗയാഥ. അപ്നാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്വന്തം എന്നുള്ളൊരു ഫീലിംഗ്, അത് ജാഗ് ഗയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണർന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം അവര് ബോൾ കിട്ടിയതിൽ സന്തോഷിച്ചു എന്നുണ്ടെങ്കിലും പിന്നെ ഈ കുട്ടിക്ക് മുറിവ് പറ്റിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവരുടെ മനസ്സ് മാറി. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അവര് ആ കുട്ടീനെ എങ്ങനെയാ ട്രീറ്റ് ചെയ്തതെന്ന് നമുക്കറിയാം സ്റ്റോറിയിൽ നിന്ന്. അപ്പം എന്നിട്ടും ആ കുട്ടി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറായി, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് മുറിവും പറ്റി, അതൊക്കെ കണ്ടപ്പോൾ ആ കുട്ടിയോട് ഇവർക്കൊരു സ്നേഹം തോന്നി, അതാണ് പറയുന്നത്. അങ്ങനെയാണ് അവരെ മനസ്സ് മാറിയത്. ക്യാപ് ഉത്താർക്കർ ഓട്ടോ കെ ബാഹർ ലഹറാന കിസ്ക സൂചക് ഹെ. ക്യാപ് ഉത്താർക്കർ എന്ന് വെച്ചാൽ ഊരിയിട്ട് എന്താണ്, ഓട്ടോയുടെ പുറത്ത് ലഹറാന എന്ന് വെച്ചാൽ വേവ് ചെയ്യുക കൈകൊണ്ട്. അപ്പം അത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം യഹ് ഇസ് ബാത് കാ സൂചക് ഹെ कि केशव को अब पूरी तरह अपनी टीम का हिस्सा मान लिया गया था और वह इस सम्मान व दोस्ती से बहुत खुश और गर्व से भरा हुआ था. അപ്പം ഇതെന്താണ് കാണിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ കേശവിന് ഇപ്പം എന്താണ്, പൂരി തര എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ടും, അപ്നി ടീം കാ ഹിസ്സ മാൻ ലിയാ ഗയ, അവരുടെ ടീമിന്റെ ഹിസ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗമായിട്ട് എന്താ, മാൻ ലിയാ ഗയ, അവര് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. और वह इस सम्मान वह दोस्ती से बहुत खुश और गर्व से भरा हुआ था.
എന്നിട്ട് എന്താണ് അതിൽ നിന്നും കുട്ടിക്കും വളരെയധികം സന്തോഷവും സമ്മാനിച്ച ആദരവ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാമാണ് ഈ ഒരു വൈറ്റ് ക്യാപ്പ് വേവിക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോ ആ കുട്ടി എന്താണ് ആ ബോയ്സിന്റെ ടീമിന്റെ ഒരു ഭാഗമായി മാറി, അതില് അവനൊരു ആദരവ് കിട്ടി, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പൊ ആ ഒരു സൗഹാർദ്ദവും ആദരവും സന്തോഷവും ഒക്കെയാണ് ഇവിടെ കാണുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനം എന്നുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. കഹാനി കാ പ്രസംഗ് സംജെ ചർച്ച കരെ. കഹാനിനെ ബേസ് ചെയ്തിട്ട് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. കഹാനി മേ ചിത്രിത് പ്രവാസി മസ്ദൂർ പരിവാർ കി ചുനൗത്തിയാ ക്യാ ക്യാ ഹെ. അപ്പോ ഈ ഒരു സ്റ്റോറിയിൽ കാണിച്ചിട്ടുള്ള പ്രവാസി മസ്ദൂർ ആയിട്ടുള്ള എന്താണ് ഫാമിലിന്റെ ചുനൗത്തിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലുവിളികൾ ക്യാ ക്യാ ഹെ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. പ്രവാസി മസ്ദൂർ പരിവാरों के पास रहने के लिए पक्का घर नहीं था. वे निर्माणाधीन इमारतों के पास गठरी असबाब लेकर अस्थायी डेरा बनाकर रहते थे. അപ്പം ഇങ്ങനെ പുറത്തുനിന്ന് വന്നിട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് താമസിക്കാനായിട്ടുള്ള പക്ക ഘർ നഹി ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചുറപ്പുള്ള വീടുകൾ ഉണ്ടായിരുന്നില്ല. അവരെന്താ ചെയ്യണത്, നിർമ്മാണാധീൻ ഇമാരത്തോ കെ പാസ്, ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്സിന്റെ അടുത്തായിട്ട് അവരുടെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് അസ്ഥായി ഡേറ ബനാക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ അല്ലാത്ത എന്താണ് എന്തൊക്കെയോ കൂട്ടി വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഉൻകെ പാസ് പാസോ കി കമി ഥി, അവരുടെ പക്കൽ എന്താണ് പൈസയ്ക്ക് കുറവുണ്ടായിരുന്നു. ഇസ്ലിയെ വേ അപ്നെ ബച്ചോ കോ ഖേൽ കാ സാമാൻ തക് നഹീ ഖരീദ് പാത്തേ ഥേ. അതായത് അവരവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാനായിട്ടുള്ള സാധനങ്ങൾ പോലും വാങ്ങിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേശവ് ഷഹർ കെ അപ്നെ ഡേരെ സെ ക്യോ ബാഹർ നിക്കൽത്താ ഹെ. അപ്പം കേശവ് പട്ടണത്തിലുള്ള അവൻ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചെറിയ ഒരു കുടില് പോലത്തെ സംഭവം ഇല്ലേ, അതിൽ നിന്ന് എന്തിനാണ് പുറത്ത് കടക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പുറത്ത് കടന്നത് എന്നാണ് ചോദിക്കുന്നത്. കേശവ് ദിൻ ഭർ അക്കേലെ ഡേരെ മേ ബാഠേ രഹനെ സെ ഊബ് ജാതാ ഥ. കേശവ് എന്താണ് ദിൻ ഭർ എന്ന് വെച്ചാൽ ദിവസം മുഴുവനും, അക്കേലെ ഒറ്റയ്ക്ക്, ഡേരെ മേ ബാഠേ രഹനെ സെ ആ അവര് താമസിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട്, ഊബ് ജാതാ ഥ അവനെ മടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇസ്ലിയെ വ ബാഹർ നിക്കൽ कर आस पास घूमने लगा और लड़कों को क्रिकेट खेलते देखने लगा. അതുകൊണ്ടാണ് അവൻ പുറത്തിറങ്ങിയിട്ട് ആസ് പാസ് എന്ന് വെച്ചാൽ ചുറ്റുവട്ടത്ത്, ഘൂംനെ ലഗ കറങ്ങാനായിട്ട് തുടങ്ങിയത്, അതുപോലെ തന്നെ അവിടെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ നോക്കാനായിട്ട് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേശവ് കെ സപ്നോ കെ പ്രതി ഉസ്കെ മാതാ പിതാ കാ റവയ്യ ക്യാ ഥ. അപ്പൊ കേശവിന്റെ സ്വപ്നങ്ങളെ പ്രതി എന്താണ് അവന്റെ അമ്മയുടെയും അച്ഛന്റെയും റവയ്യ എന്ന് വെച്ചാൽ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാതാ പിതാ കെ പാസ് ബല്ല ഓർ ബോൾ ഖരീദനെ കെ ലിയെ പൈസെ നഹീ ഥേ. അമ്മയുടെയും അച്ഛന്റെയും പക്കല് ബല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ്, അതുപോലെ തന്നെ ബോള് വാങ്ങാനായിട്ടുള്ള എന്താണ് പൈസ ഉണ്ടായിരുന്നില്ല. इसलिए उन्होंने केशव को डांट कर कहा कि अच्छे नंबरों से पास होने पर ही वे उसे बॉल खरीद कर देंगे. അപ്പം എന്താണ് അവന്റെ അമ്മയച്ഛനും അവനെ വഴക്കു പറഞ്ഞിട്ട് പറഞ്ഞു എന്താണ് നല്ല മാർക്കൊക്കെ മേടിച്ചാൽ മാത്രമാണ് ബോള് വാങ്ങി തരുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഹാനി കെ ആരംഭ മേ കേശവ് കെ പ്രതി ഷഹരി ലോഗോ കാ കോൺ സാ മനോഭാവ് ദിഖായ ഗയാ ഹെ. സ്റ്റോറിയുടെ തുടക്കത്തില് കേശവിനെ പ്രതി എന്താണ് പട്ടണത്തിലുള്ള ആളുകളുടെ എന്ത് തരം മനോഭാവമാണ് കാണിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഷുറുവാത് മേ ലഡ്കെ കേശവ് കോ ഹീൻ സമജ്തേ ഥേ. ഹീൻ എന്ന് വെച്ചാൽ താഴ്ന്ന എന്നുള്ളതാണ്. അപ്പം അവൻ എന്താണ് ഇവരെ വെച്ച് നോക്കുമ്പോൾ ഒരു താഴ്ന്ന രീതിയിലുള്ള ആളാണെന്നാണ് കുട്ടികൾ കരുതിയിരുന്നത്. വേ ഉസേ അപ്നെ ഖേൽ മേ ഷാമിൽ നെഹി കർത്തേ ഥേ. അവനെ എന്താണ് അവരുടെ ഗെയിമില് ഷാമിൽ നെഹി കർത്തേ ഥേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾപ്പെടുത്തിയിരുന്നില്ല, കൂട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ഓർ ഉസ്കാ മസാഖ് ഉഡാത്തേ ഹുവേ ഉസ്കെ സിർ പർ തബ്ല ബജാത്തേ ഥേ. എന്നിട്ട് അവനെ കളിയാക്കിക്കൊണ്ട് അവന്റെ തലയിൽ തബല കൊട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേശവ് കെ പ്രതി ഷഹരി ലഡ്കോ കാ മനോഭാവ് കാസെ ബദൽത്താ ഹെ. കേശവിനെ പ്രതി എന്താണ് ഈ പട്ടണത്തിലെ കുട്ടികളുടെ മനോഭാവം എങ്ങനെയാണ് മാറുന്നത് എന്നാണ് ചോദിക്കുന്നത്. जब केशव उनकी बॉल लाने के लिए इमारत की छत पर चढ़ गया और गिरकर घायल हो गया तो लड़कों को उसकी परवाह और अपनेपन का एहसास हुआ. അതായത് എന്താണ് കേശവ് അവരുടെ ബോൾ കൊണ്ടുവരാനായിട്ട് ബിൽഡിങ്ങിന്റെ ഛത്ത് എന്ന് വെച്ചാൽ റൂഫ് അതിന്റെ അവിടെ കയറിയിട്ട്
പിന്നെ താഴെ വീണിട്ട് മുറിവ് പറ്റിയല്ലോ. അപ്പോഴാണ് ഈ ആൺകുട്ടികൾക്ക് അവനെ പ്രതി പർവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെയർ എന്നുള്ള അർത്ഥമാണ്, അവനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത വന്നത്. ഓർ അപ്നേപൻ ക എഹ്സാസ് ഹുവ, അവൻ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നുള്ളതും അവനെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അവർക്ക് തോന്നിയത് അപ്പോഴാണ്. എഹ്സാസ് ഹോന എന്ന് വെച്ചാൽ അനുഭവപ്പെടുക. ഇസ്കെ ബാദ് ഉൻഹോനെ ഉസ്കി പൂരി മദദ് കി ഓർ ഉസെ അപ്നി ടീം മേ ജഗ ദേക്കർ വൈറ്റ് ക്യാപ് ബി പെഹനായി. ഇതിനുശേഷം അവരെന്താണ്, അവന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. എന്നിട്ട് കേശവനെ എന്താണ് ഇവരുടെ ടീമിലെ ഒരു അംഗമായി കണക്കാക്കിയിട്ട് വൈറ്റ് ക്യാപ്പും ഇട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ. കേശവ് കോ മാ ബാപ് കെ സാത്ത് ഗാവ് വാപ്പസ് ക്യൂ ജാനാ പടാ. കേശവന് എന്താണ് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ തിരിച്ച് ഗ്രാമത്തിലോട്ട് പോവാനായിട്ടുണ്ടായ സാഹചര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് കേശവന് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ തിരിച്ചു പോകേണ്ടി വന്നത് ഗ്രാമത്തിലോട്ട്? കേശവ് കി ഹഡ്ഡിയാ ടൂട്ട് ഗയി थी और उसका इलाज पूरा नहीं हो पाया था. കേശവിന്റെ എന്താണ് എല്ലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹഡ്ഡി എന്ന് വെച്ചാൽ എന്താണ് എല്ല്. ടൂട്ട് ജാന എന്ന് വെച്ച് കഴിഞ്ഞാല് പൊട്ടുക, ഒടിയുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പം എല്ലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് ഉസ്ക ഇലാജ് പൂരാ നെഹി ഹോ പായാ ഥ. അവന്റെ ഇലാജ് എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് എന്താണ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇസ്കെ അലാവ ഷഹർ മേ കോയി സ്ഥായി ठिकाना न होने के कारण मजदूर परिवार को वापस अपने गांव लौटना पड़ा. അത് കൂടാതെ ഇസ്കെ അലാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാതെ എന്താണ് ഈ പട്ടണത്തിൽ അവർക്ക് സ്ഥായി ആയിട്ടുള്ള ഒരു ഠിക്കാന എന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാനായിട്ടുള്ള ഒരു സ്ഥലം, അവർക്കൊരു ഷെൽട്ടർ ഉണ്ടായിരുന്നില്ല ഈ പട്ടണത്തില്. അതുകൊണ്ടും കൂടിയാണ് അവർക്ക് എന്താണ് ഗ്രാമത്തിലോട്ട് തിരിച്ചു പോകേണ്ടി വന്നത്. കുട്ടിയുടെ കൈ ഒടിഞ്ഞത് ഒരു കാര്യം, പിന്നെ അത് മാത്രമല്ല എന്താണ് ഇങ്ങനെ താമസിക്കാൻ ഒരു സ്ഥലവും കൂടി ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഗ്രാമത്തിലോട്ട് തിരിച്ചു പോകേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, കഹാനി കി ചരം സീമ പർ ആപ്കാ വിചാർ ക്യാ ഹെ. ഈ ഒരു സ്റ്റോറിയുടെ ക്ലൈമാക്സിനെ കുറിച്ചിട്ടുള്ള എന്താണ് അഭിപ്രായം എന്താണ്, നിങ്ങൾ എന്താണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പം कहानी की चरम सीमा बहुत मार्मिक है क्योंकि जो लड़के कभी केशव का मजाक उड़ाते थे वही अंत में उसके घायल होने पर सच्ची ചിന്ത ദിഖാത്തെ ഹെ. എന്താണ് ഈ ഒരു സ്റ്റോറിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വളരെ മാർമിക ആയിട്ടുള്ള, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തുടക്കത്തില് കേശവിനെ കളിയാക്കിക്കൊണ്ടിരുന്ന അതേ ചെറുക്കന്മാര് തന്നെയാണ് അവന്റെ കൈ ഒടിഞ്ഞത്, അവന് മുറിവ് പറ്റിയതൊക്കെ കാണുന്ന സാഹചര്യത്തില് അവനെ കുറിച്ച് ചിന്തിതരായിരുന്നതും, അതായത് അവനെ കുറിച്ച് കെയർ ചെയ്തതും. ഓർ ഉസെ അപ്നി ടീം കാ ഹിസ്സ ബനാ ലേത്തെ ഹെ. എന്നിട്ട് അവരെന്താ ചെയ്തത്, അവനെ അവരുടെ ടീമിൽ ഒരു മെമ്പർ ആക്കി മാറ്റുകയാണ് ചെയ്തത്. യഹ് ദിഖാത്ത ഹെ कि इंसानियत और सच्चा प्यार भेदभाव से बड़ा होता है. ഇത് കാണിക്കുന്നത് എന്താണ്, ഇൻസാനിയത്ത് എന്ന് വെച്ചാൽ മനുഷ്യത്വം. ഇവിടെ നിങ്ങൾക്ക് ഇൻസാനിയത്തിന് പകരം മാനവത എന്നും കൂടി എഴുതാട്ടോ. മാനവത എന്നും കൂടി എന്നല്ല, ഇൻസാനിയത്തിന് പകരം മാനവത എന്നും എഴുതാം. അപ്പം മനുഷ്യത്വം, അതുപോലെ തന്നെ സച്ചാ പ്യാർ യഥാർത്ഥ സ്നേഹവും എന്താണ് ഭേദ് ഭാവ് സെ ബഡാ ഹോത്താ ഹെ. എന്താ വേർതിരിവുകളെക്കാളും വലുതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ആദ്യത്തെ കോളത്തില് ഒരുപാട് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട് കഥയിലത്തെ, രണ്ടാമത്തിൽ ആശയം കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ളതിനായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ലഡ്കോ ने कुछ दिनों अपने खेल में तो शामिल नहीं किया मगर उसे अपनी हंसी मजाक का विषय जरूर बना लिया था. അപ്പൊ ആദ്യത്തെ കുറെ ദിവസം ഒന്നും കളിക്കാനൊന്നും കൂട്ടിയില്ല കുട്ടീനെ. പിന്നെന്താണ് ആദ്യം എന്താ ചെയ്തത്, കളിയാക്കൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ കളിക്കാൻ കൂട്ടില്ലായിരുന്നു. അത് സാമൂഹിക് അലഗാവിനായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. അലഗാവ് എന്ന് വെച്ചാൽ ഐസൊലേഷൻ, ഒറ്റപ്പെടുത്തുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് കുട്ടീനെ ആദ്യം ഒറ്റപ്പെടുത്തിയല്ലോ, അതുകൊണ്ടാണ് അതിനായിട്ട് മാച്ച് ചെയ്യാനായിട്ട് പറയുന്നത്. അബ് ജബ് തും ലോട്ടോഗെ കേശവ് തോ ഹമാരി ടീം സെ ഖേൽന എന്ന് പറഞ്ഞു. ഇനി തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ടീമിൽ നിന്ന് കളിക്കണം എന്ന് പറഞ്ഞു. അപ്പം അതെന്തിനാണ്, സാമാജിക് സമാവേശ്, അതായത് കൂടെ ചേർത്ത് നിർത്തുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം രണ്ടാമത്തെ സന്ദർഭത്തിനെ സാമാജിക് സമാവേശമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. രാത് കോ സപ്നെ മേ കേശവ് അപ്നെ കോ അക്സർ ക്രിക്കറ്റ് ഖേൽത്ത ദേഖാ കർത്ത. അതായത് രാത്രി എന്താണ് കേശവ് സ്വയം ക്രിക്കറ്റ് കളിക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്നുള്ളതാണ്. ഉമ്മീദ് കി ഭാവന, അതെന്താണ് ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷയാണല്ലോ ഉദ്ദേശിക്കുന്നത്. चौक तक दौड़कर 2 लोग जाओ और कोई भी ഓട്ടോ ടാക്സി മിലെ ഫോറൻ ലേക്കർ ആവോ. അപ്പം എന്താണ് പെട്ടെന്ന് പോയിട്ട് ഓട്ടോയോ ടാക്സിയോ എന്താ കിട്ടുന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ കാണിക്കുന്നത്, വിപത്തി കി സ്ഥിതി കാ സാമന കർണ, അതായത് ഒരു പ്രശ്നമുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനെ നേരിടുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്, കഹാനി കി മുഖ്യ ഘടനാओं को चुनकर लिखे और കോമിക് സ്ട്രിപ്പ് തയ്യാർ കരേ എന്നുള്ളതാണ്. അപ്പം എന്താണ് ഈ സ്റ്റോറിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻസ്
ചൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ രീതിയിൽ ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജैसे ദാദാജി മുझे മാ ബാപ് കെ പാസ് ലേ ജാവോന. കേശവ് എന്താണ് ദാദാജിനോട് പറയുന്നു, എന്നെ എന്താണ് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്കുവോ എന്ന്. അപ്പൊ ദാദാജി ലേ ജാവുക, കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കേശവ് ഷെഹറിൽ എത്താണ്. അരേ വാ ഷെഹർ പहुंच गया എന്ന് പറയുന്നുണ്ട്, ഞാൻ പട്ടണത്തിലെത്തി എന്ന് പറയുന്നുണ്ട്. ഇതിന് ശേഷമുള്ള പോർഷൻസ് ഇതുപോലെ നിങ്ങളോട് ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്ത ഒന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് മാറ്റി ചെയ്യാട്ടോ. മുജേ ബി ഖേൽനെ ദോന എന്നിങ്ങനെ കേശവ് പറയുന്നുണ്ട്. അപ്പം എന്നെയും കളിക്കാൻ അനുവദിക്കൂ, കൂട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തും ബസ് ദേഖ്തേ രഹോ, അപ്പം നീ ഇത് കണ്ടുകൊണ്ടിരുന്നാ മതി എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഈ പിക്ചറിൽ ഉണ്ടല്ലോ ബോളിന്റെ വലിപ്പം കൂടുതലാണ്. ഇതൊരു ക്രിക്കറ്റ് ബോളിനേക്കാളും കൂടുതൽ വലിപ്പമുണ്ട് ഈ ബോളിന് കേട്ടോ. ദേഖോ വോ ലഡ്ക ഛത് പർ ചढ़ गया, നോക്ക് അവൻ ദാ ആ ഒരു ടെറസിന്റെ അവിടേക്ക് കയറി പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ അരേ വോ ലഡ്ക ഗിർ ഗയ ജൽദി മദദ് കറോ, അയ്യോ അവൻ താഴോട്ട് വീണു, പെട്ടെന്ന് സഹായിക്കൂ എന്ന് പറയുന്നുണ്ട്. കേശവ് ജൽദി ഠീക് ഹോ ജാവോ, അങ്ങനെ കേശവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് പെട്ടെന്ന് തന്നെ ഓക്കെ ആയിട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് എന്താണ്, അബ് തും ഹമാരി ടീം കെ ഹോ, ഇപ്പോ നീ ഞങ്ങളുടെ ടീമിലെ ഒരു അംഗമാണ് എന്ന് പറയുന്നത്. എന്നിട്ട് വൈറ്റ് ക്യാപ്പ് വെച്ചിട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചർച്ച കരേ ഓർ ലിഖേ കഹാനി കാ കോൺ സാ പാത്ര ആപ്കോ സബ്സെ ജ്യാദ പസന്ത് ആയ ഓർ ക്യോ. എന്നിട്ട് ചർച്ച ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറിയിലെ ഏത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട് എന്നുള്ളതാണ്. പാത്ര കാ നാം കേശവ്, പാത്ര की വിശേഷത ധൈര്യവാൻ, ഖേൽ കാ ഷോക്കീൻ, സഹൻശീൽ, അതായത് ധൈര്യമുള്ള കുട്ടിയാണ്, അതുപോലെ തന്നെ സ്പോർട്സിലൊക്കെ താല്പര്യമുണ്ട്, സഹനശീലത ഉള്ള ഒരു കുട്ടിയാണ്. പിന്നെ എന്താണ് പാത്ര കാ വ്യക്തിത്വ എന്നുള്ളതിൽ മാസൂം और सकारात्मक सोच रखने वाला जो मजाक सहकर भी हार नहीं मानता. മാസൂം എന്ന് വെച്ചാൽ നിഷ്കളങ്കതയുള്ള, സകാരാത്മക് സോച്ച് റഖ്നെ വാല എന്ന് വെച്ചാൽ പോസിറ്റീവായി ചിന്തിക്കുന്ന, ജോ മസാഖ് സെഹക്കർ ബി അതായത് കളിയാക്കലുകൾ സഹിച്ചിട്ടും ഹാർ നെഹി മാൻത തോൽവി സമ്മതിക്കുന്നില്ല. അതാണ് കേശവന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത. പാത്ര കാ മനോഭാവ് എങ്ങനത്തെ മനോഭാവമാണ്, ക്രിക്കറ്റ് ഖേൽനെ കി ഗഹരി ഇച്ഛ, ക്രിക്കറ്റ് കളിക്കാനായിട്ടുള്ള ആഴത്തിലുള്ള ആഗ്രഹം. पर परिस्थिति के कारण असहाय महसूस करना, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പാത്ര की भूमिका कहानी का नायक, സ്റ്റോറിയിലെ എന്താണ് മെയിൻ ക്യാരക്ടറാണ്. ജിസ്കെ ത്യാഗ് സെ കഹാനി കാ ഭാവുക് മോഡ് ആത്താ ഹെ. അങ്ങനെ ഈ ഒരു കുട്ടീന്റെ ത്യാഗാണ് എന്താണ് സ്റ്റോറിയുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റോറി ഇമോഷണൽ ആയി മാറുന്നത് ഈ കുട്ടിയുടെ ത്യാഗത്തിൽ നിന്നാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. മോഡ് എന്ന് വെച്ചാൽ ടേൺ എന്നുള്ളതാണ്, ഭാവുക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള. വാക്യോ കെ രേഖാങ്കിത് അൻഷോ പർ ധ്യാൻ ദേ, താഴെ കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്ക് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. എല്ലാ വാക്യത്തിലും എന്താണ് കോ എന്നുള്ള വാക്കാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. चर्चा करें ऊपर के वाक्यों में को का प्रयोग प्रत्येक संदर्भ में किस अर्थ को सूचित करता है. ऐसे प्रयोग कहानी में ढूंढकर പുസ്തിക മേ ലിഖേ എന്നാണ് പറയുന്നത്. അതായത് മേൽ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളിലൊക്കെ കോ എന്നുള്ളത് എന്താണ് എന്ത് സന്ദർഭത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെയുള്ള ഒരു എക്സാമ്പിൾ എന്താണ് എടുത്തെഴുതാനാണ് പറയുന്നത്. ഈ സെന്റൻസസിലൊക്കെ കോ ഉപയോഗിച്ചിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് കോ കാ പ്രयोग യഹാ കർമ്മ കാരക് ദിഖാനെ കെ ലിയേ ഹുവാ ഹെ. കർമ്മ കാരക് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ്, സെന്റൻസിലെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതില് ഒബ്ജക്റ്റിനെ കാണിക്കാനാണ് കോ എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. യാനി യഹ് ബതാത്ത ഹെ കി ക്രിയ കിസ് പർ ഹോ രഹി ഹെ, ക്രിയ ആരിലാണ് നടക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. ജൈസെ കിസെ ബുലായ ഗയ, ആരെയാണ് വിളിപ്പിച്ചത്. കിസെ ഖേൽനെ ദിയാ ഗയ, ആരെയാണ് കളിപ്പിച്ചത്. കിസെ ദേഖാ ഗയ, ആരെയാണ് നോക്കിയത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സെന്റൻസസിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തെഴുതിയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത് ലഡ്കോ കി എക് ടീം കെ കപ്താൻ ने कहा और अपने हाथ में रखा बिस्कुट का पैकेट केशव की माँ को सौंप दिया. അവിടെ മാ കോ എന്നുള്ളത് വരുന്നുണ്ട്. ഓക്കെ, കോ എന്നുള്ള വാക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്.
വാക്യ കെ രേഖാങ്കിത് അംശോ പർ ധ്യാൻ ദേ. ഇനി അടുത്തതായിട്ട് സേ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സെന്റൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പം സേ കാ പ്രയോഗ് യഹാ അലഗ് അലഗ് അർത്ഥ ദിഖാനെ കെ ലിയെ ഹുവാ ഹെ. സേ എന്നുള്ള വാക്ക് ഇവിടെ എന്താണ്, പല പല അർത്ഥങ്ങൾ കാണിക്കാനായിട്ടാണ് നടത്തിയിട്ടുള്ളത്. കഹി യ സാധൻ കിസ് ചീസ് കി മദദ് സെ ബതാത്ത ഹെ, തോ കഹി ശ്രോത് കഹാ സെ യാ കിസി കെ സാത്ത് ബാത്ചീത് കോ ദിഖാത്ത ഹെ. അതായത് ചില ചില സ്ഥലങ്ങളിൽ ഈ സേ എന്നുള്ള വാക്ക് എന്താണ്, കിസ് ചീസ് കി മദദ് സെ, എന്ത് സാധനത്തിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ആരുടെ സഹായത്തോടു കൂടി എന്നുള്ളത് കാണിക്കാനും, ചില ചില സ്ഥലങ്ങളിൽ കഹാ സെ, എവിടെ നിന്ന് എന്നുള്ളത് കാണിക്കാനും, ചില സമയത്ത് ആരുമൊത്താണ് സംസാരിച്ചത് എന്നുള്ളത് കാണിക്കാനൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് बॉल इमारत की छत पर चली गई और केशव मुस्कुराता हुआ खड़ा था और वहां से हाथ हिला रहा था. ഇവിടെ വഹാ സേ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ് സേ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ചില സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ റാൻഡം ആയിട്ടൊരു സെന്റൻസ് ഉണ്ടാക്കാണ്, കേശവ് കപ്താൻ സെ ബാത് കർ രഹാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവിടെ സേ എന്നുള്ളത് എന്താണ്, ക്യാപ്റ്റനോട് സംസാരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്, ആരോട് സംസാരിച്ചു അല്ലെങ്കിൽ എവിടെ നിന്ന് കൈ കാണിച്ചു, അങ്ങനെയൊക്കെ ഉള്ളതാണ് സേ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രേ പറയാനായിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഹാനി के अंत में केशव के प्रति लड़कों के मनोभाव में बदलाव आता है. गांव पहुंचने के बाद केशव अपने अनुभव डायरी में लिखता है. വ ഡയറി ലിഖേ എന്നുള്ളതാണ്. അതായത് എന്താണ്, കേശവന് പരിക്കൊക്കെ പറ്റിയപ്പോൾ കുട്ടികളുടെ കേശവനെ പ്രതിയുള്ള ആറ്റിറ്റ്യൂഡ് മാറി. അപ്പൊ ഇതിനെക്കുറിച്ച് ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് കേശവ് ഒരു ഡയറി എഴുതാണ്. അപ്പൊ ആ ഡയറി എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഡയറി നോക്കാം നമുക്ക്. ആ ഡയറിക്ക് എപ്പോഴും ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് വേണം അതിലെ മാറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഡേറ്റും ദിവസവും എഴുതുക. അപ്പൊ ഇവിടെ 10 ജൂലൈ 2026 ഗുരുവാർ എന്ന് എഴുതിയിട്ടുണ്ട്. ആജ് കാ ദിൻ ബഹുത് ഖാസ് ഹെ, ഇന്നത്തെ ദിവസം വളരെയധികം പ്രത്യേകത ഉള്ള ദിവസമാണ് എന്നാണ് കേശവ് എഴുതിയിട്ടുള്ളത്. മുझे नहीं पता कि मुझे खुशी और दुख का एक साथ अनुभव क्यों हो रहा है. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷവും അതുപോലെ തന്നെ ദുഃഖവും ഒന്നിച്ച് അനുഭവപ്പെടുന്നത് എന്നാണ് എഴുതിയിട്ടുള്ളത്. ആജ് ഹം ഷഹർ ഛോഡ്കർ വാപ്പസ് ഗാവ് ആ ഗയേ, ഇന്ന് ഞങ്ങൾ പട്ടണം വിട്ടിട്ട് തിരിച്ച് ഗ്രാമത്തിലോട്ട് വന്നു. മൻ അബി ബി ഉൻ ആഖിരി പലോ മേ അട്കാ ഹുവാ ഹെ, മനസ്സ് ഇപ്പോഴും എന്താണ്, അവസാന നിമിഷങ്ങളില് പട്ടണത്തിൽ നിന്ന് പോരുമ്പോഴുള്ള അവസാന നിമിഷങ്ങളിൽ അട്കാ ഹുവാ ഹെ എന്ന് വെച്ചാൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ആഖിരി എന്ന് വെച്ചാൽ അവസാനം, പൽ എന്ന് വെച്ചാൽ നിമിഷം. जब हम पहली बार शहर पहुंचे थे तो मैं बहुत खुश था. ഞങ്ങൾ ആദ്യമായിട്ട് പട്ടണത്തിൽ എത്തിയപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഇരുന്നത്. മുझे लगा था वहाँ नए दोस्त मिलेंगे. ഞാൻ വിചാരിച്ചിരുന്നത് എന്താ വെച്ചാൽ അവിടെ എന്താണ്, പുതിയ കൂട്ടുകാരൊക്കെ കിട്ടും. സാത്ത് മേ ക്രിക്കറ്റ് ഖേലേംഗെ, എന്താണ് ഒന്നിച്ച് ക്രിക്കറ്റ് കളിക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. पर वहाँ के लड़के मुझे अपने खेल में शामिल नहीं करते थे. പക്ഷെ അവിടെയുള്ള ആൺകുട്ടികൾ അവരുടെ കളിയിൽ എന്നെ കൂട്ടുമായിരുന്നില്ല. वे मुझे बंदर कहकर चिढ़ाते थे और मेरे सिर पर तबला बजाते थे. അവരെന്നെ എന്താണ് ബന്ദർ എന്ന് വിളിച്ചിട്ട് കുരങ്ങെന്നൊക്കെ വിളിച്ച് കളിയാക്കുമായിരുന്നു. ചിഡാനാന്ന് വെച്ചാൽ കളിയാക്കുക. പിന്നെ എന്റെ തലയിൽ എന്താണ് തബല കൂട്ടുമായിരുന്നു. മുझे बहुत बुरा लगता था, എനിക്ക് വളരെയധികം വിഷമം തോന്നുമായിരുന്നു. पर मैं कभी रोया नहीं, പക്ഷെ ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. मैं बस दूर बैठकर उनका खेल देखता रहता. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ദൂരെ ഇരുന്നിട്ട് അവർ കളിക്കുന്നത് നോക്കിയിരിക്കും. और सपनों में खुद को खेलते हुए देखता, എന്നിട്ട് എന്താണ് സ്വപ്നങ്ങളിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട് ഞാൻ കാണുമായിരുന്നു. फिर वह दिन आया जब उनकी बॉल एक ऊंची इमारत की छत पर चली गई. പിന്നെ എന്താണ്, ആ ദിവസം വന്നു അവരുടെ ബോള് ഒരു ഊച്ചി ഇമാരത്ത് എന്ന് വെച്ചാൽ നല്ല പൊക്കത്തിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഛത്ത് റൂഫില് ചെന്ന് വീണു. മാനെ സോച്ചാ ഷായദ് ഇസി ബഹാനെ മുझे उनके साथ मिलने का मौका मिलेगा. ഞാൻ വിചാരിച്ചു ഇസി ബഹാനെ എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, ഈ ഒരു കാരണത്താൽ, ബഹാന എന്ന് വെച്ചാൽ ഈ ഒരു എക്സ്ക്യൂസ് എന്നുള്ള അർത്ഥമാണ്. അപ്പം ഈ ഒരു കാരണമൊക്കെ പറഞ്ഞിട്ട് എന്താണ് എനിക്ക് അവരുടെ കൂടെ കൂടാനുള്ള ഒരു അവസരമാണ് ഇതെന്ന് ഞാൻ വിചാരിച്ചു. मैं उस टूटी फूटी सीढ़ी से ऊपर चढ़ गया और बॉल ഹേപ്പി. ഞാൻ ടൂട്ടി ഫുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പൊട്ടിപ്പൊളിഞ്ഞ. സി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണി, അതിന്റെ മുകളിൽ കൂടെ കേറിയിട്ട് എന്താണ് ആ ബോൾ എടുത്ത് എറിഞ്ഞു. पर नीचे उतरते समय मेरा पैर
ഫിസൽ ഗയ और मैं गिर पड़ा. പക്ഷെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് എന്റെ കാല് വഴുക്കിയിട്ട് ഞാൻ താഴെ വീണു. ഫിസൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുക്കുക, സ്ലിപ്പ് ആവുക. ജബ് ആ ഖുലി തോ സാരെ ലഡ്കെ മേരെ ചാറോ തരഫ് ഖടേ थे. പക്ഷെ ഞാൻ കണ്ണു തുറന്നപ്പോൾ എന്റെ ചുറ്റും എന്താണ് ഈ ബോയ്സ് ആയിരുന്നു നിന്നിരുന്നത്. വേ ബഹത് ഗബ്രായെ ഹുയെ थे. ഗബ്രാന വെച്ച് കഴിഞ്ഞാല് എന്താണ് ടെൻഷൻ ആവുന്നതിനെയാണ് പറയുന്നത്. അവരൊക്കെ ടെൻസ്ഡ് ആയിരുന്നു ഒരുപാട്. ഉൻഹോനെ മുझे ഉഠായ, ഓട്ടോ ബുലായ और अस्पताल ഭിജവായ. അവരെന്നെ എഴുന്നേൽപ്പിച്ചു, ഓട്ടോ വിളിച്ചു, എന്നിട്ട് हॉस्पिटलोट കൊണ്ടുപോയി. जब हम गांव लौट रहे थे कप्तान ने मुझसे कहा कि अब मैं उनकी टीम का हिस्सा हूँ. ഞാൻ ഗ്രാമത്തിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞു ഞാൻ അവരുടെ ടീമിന്റെ ഭാഗമാണെന്ന്. ഉസ്നെ അപ്നി ഖുദ് കി വൈറ്റ് ക്യാപ് ഉതാർക്കർ മേരെ സിർ പർ പെഹനാ ദി. ക്യാപ്റ്റൻ തന്റെ വൈറ്റ് ക്യാപ്പ് എടുത്തിട്ട് എന്റെ തലയിൽ വെച്ചു തന്നു. മേരാ ഹാത്ത് और पैर अभी भी टूटा हुआ है, दर्द भी बहुत होता है. എന്റെ എന്താണ് കൈയും കാലും ഇപ്പൊ ഒടിഞ്ഞിരിക്കുകയാണ്, ഒരുപാട് വേദനയൊക്കെ എടുക്കുന്നുണ്ട്. पर जब मैं वह कैप देखता हूँ तो सारा दर्द भूल जाता हूँ. അതായത് ആ ക്യാപ്പ് കാണുന്ന സമയത്ത് എല്ലാ വേദനയും ഞാൻ മറന്നു പോകുമെന്നാണ് പറയുന്നത്. മുझे लगता है സച്ചി ദോസ്തി पैसों से नहीं दिल से बनती है. ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് പൈസയിൽ നിന്നൊന്നും അല്ല, എന്താണ് ദിൽ സെ ബൻതി ഹെ, ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ്. मैं वह कैप हमेशा अपने पास संभाल कर रखूंगा. ഞാൻ എന്നും ആ ഒരു ക്യാപ്പ് എന്റെ പക്കല് സംഭാൽ കർ रखूंगा എന്ന് വെച്ചാൽ ശ്രദ്ധയോട് കൂടിയിട്ട് സൂക്ഷിച്ചു വെക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, കേശവ് के गांव पहुंचने के बाद कप्तान केशव के नाम पर पत्र लिखता है, वह पत्र लिखे എന്നാണ് പറയുന്നത്. അപ്പം കേശവ് ഗ്രാമത്തിൽ എത്തിയതിനു ശേഷം എന്താണ് ഈ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ കേശവിന് ഒരു ലെറ്റർ എഴുതാണ്. ആ ലെറ്റർ എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പം ഡയറിയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ലെറ്റർ എഴുതുമ്പോഴും ഒരു ഔട്ട്ലൈൻ നിർബന്ധമായിട്ടും വരച്ചിരിക്കണം. എന്നിട്ട് മുംബൈ എന്ന് സ്ഥലം എഴുതി പിന്നെ ഒരു ഡേറ്റ് കൊടുത്തു, 15 മാർച്ച് 2026 എന്നുള്ളത്. प्रिय केशव, नमस्ते. तुम्हें यह पत्र लिखते हुए मन में बहुत सारी भावनाएं उठ रही है. നമസ്തേ എന്നിട്ട് പറയാണ്, നിനക്ക് ഈ കത്ത് എഴുതുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരുപാട് എന്താണ് ഫീലിങ്സ് ഉണ്ട്. ഉമ്മീദ് ഹൈ തും അബ് പെഹ്ലെ സെ ബെഹതർ മെഹസൂസ് കർ രഹേ ഹോംഗെ. അപ്പം എന്താണ് ഉമ്മീദ് എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു നിന്റെ കണ്ടീഷൻ ഇപ്പോൾ മുന്നത്തേനേക്കാളും ബെറ്റർ ആണ്. ബെഹത്തർ എന്ന് വെച്ചാൽ ബെറ്റർ ആണ് എന്നുള്ളതാണ്. കണ്ടീഷൻ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. और तुम्हारा हाथ पैर जल्दी ठीक हो रहा होगा. നിന്റെ എന്താണ് കൈയും കാലും ഒക്കെ പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. കേശവ്, तुम्हारे गांव जाने के बाद यहाँ सब कुछ सोना सोना लगता है. അപ്പം എന്താണ് കേശവ് ഗ്രാമത്തിലോട്ട് തിരിച്ചു പോയപ്പോൾ അവിടെ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സൂന സൂന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. हम रोज नीम के पेड़ के पास खेलने आते हैं पर तुम्हारी जगह अब खाली रहती है. ഞങ്ങൾ എല്ലാ ദിവസവും എന്താണ് ആ നീമിന്റെ മരത്തിന്റെ അവിടെ കളിക്കാനായിട്ട് വരും, പക്ഷെ എന്താണ് തുമ്ഹാരി ജഗ അബ് ഖാലി രഹത്തി ഹെ, അതായത് നീ ഉണ്ടായിരുന്ന ആ സ്ഥലം ഇപ്പൊ എന്താണ് കാലിയായിട്ടാണ് കിടക്കുന്നത്. പെഹലെ ഹമേ इस बात का एहसास नहीं था पर अब हर बार वहां बैठकर हमें तुम्हारी याद आती है. ആദ്യമൊന്നും ഞങ്ങൾ അത് തിരിച്ചറിഞ്ഞിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എന്താണ് ഓരോ പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോഴും ഹർ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ പ്രാവശ്യം പോകുമ്പോഴും എന്താണ് അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിന്നെ ഓർമ്മ വരും എന്നാണ് പറയുന്നത്. സച്ച് कहूं तो मुझे बहुत शर्मिंदगी होती है जब मैं उन दिनों को याद करता हूं. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഷർമിന്ദഗി ഹോത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലജ്ജ തോന്നുന്നുണ്ട്. എന്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്, ആദ്യത്തെ ദിവസങ്ങളിൽ ഇവരെങ്ങനെയാണ് കേശവിനെ ട്രീറ്റ് ചെയ്തത് എന്ന് ആലോചിക്കുമ്പോഴാണ് എന്താണ് ലജ്ജ തോന്നുന്നത്. हमने तुम्हारा मजाक उड़ाया, तुम्हें अपने खेल से दूर रखा, यह सब बहुत ഗലത് ഥാ. അപ്പം ഞങ്ങൾ നിന്നെ കളിയാക്കി, ഞങ്ങളുടെ മാച്ചിൽ നിന്ന് ദൂരെ അകറ്റി നിർത്തി, ഇതെല്ലാം വളരെ ഗലത്തായിരുന്നു, വളരെ തെറ്റായിട്ടുള്ള കാര്യമായിരുന്നു എന്നാണ് പറയുന്നത്. തും റോസ് ആത്തേ ഥേ ചുപ്ചാപ് ബാഠ്കർ ഹമാരാ ഖേൽ ദേഖ്തേ ഥേ. നീ എല്ലാ ദിവസവും വരുമായിരുന്നു, മിണ്ടാതിരുന്നിട്ട് ഞങ്ങൾ കളിക്കുന്നത് കാണുമായിരുന്നു. फिर भी कभी शिकायत नहीं करते थे. ഷിക്കായത്ത് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതി പറയുക എന്നുള്ളതാണ്. അപ്പം
എന്നിട്ടും നീ പരാതിയൊന്നും പറയില്ലായിരുന്നു എന്നാണ് ക്യാപ്റ്റൻ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. മുझे अब समझ आता है कि तुम कितने अच्छे और सहनशील हो. അപ്പം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നീ എത്ര നല്ല കുട്ടിയായിരുന്നു, എത്ര സഹനശീലമുള്ള കുട്ടിയായിരുന്നു എന്നുള്ളത്. जिस दिन तुम हमारी बॉल लाने के लिए उस ऊंची इमारत पर चढ़े हम सब डर गए थे. നീ ഞങ്ങളുടെ ബോൾ എടുക്കാനായിട്ട് ആ ഊച്ചി ഇമാരത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പൊക്കമുള്ള ബിൽഡിങ്. അപ്പൊ നീ ഞങ്ങളുടെ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഉയരം കൂടിയ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയപ്പോഴും ഞങ്ങൾ എല്ലാവരും പേടിച്ചു പോയി എന്നാണ് പറയുന്നത്. ജബ് തും ഗിരെ തോ മുझे लगा जैसे यह सब हमारी वजह से हुआ. നീ താഴെ വീണപ്പോൾ എനിക്ക് തോന്നിയത് ഇതെല്ലാം ഞങ്ങൾ കാരണം ഉണ്ടായതാണ് എന്നാണ്. ഹമാരി വജഹ സെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാരണം എന്നാണ്. ഉസ് പൽ ഹമേ എഹസാസ് ഹുവാ കി തും ഹമാരെ ലിയെ കിത്തനെ ജറൂരി ഹോ. ആ ഒരു നിമിഷത്തിലാണ് ഞങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായത്, ആ ഒരു എഹസാസ് ഉണ്ടായത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നീ ഞങ്ങളെ സംബന്ധിച്ച് എത്ര ജറൂരി, എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടായത് എന്നാണ് പറയുന്നത്. കേശവ് തുമ്ഹാരി വ വൈറ്റ് ക്യാപ് അബ് ഹമേഷ കെ ലിയെ തുമ്ഹാരി ഹെ. എന്നിട്ട് ക്യാപ്റ്റൻ പറയുന്നത്, നിന്റെ ആ വൈറ്റ് ക്യാപ്പ് എന്നേക്കുമായിട്ട് നിനക്ക് മാത്രമുള്ളതാണ്, നിന്റേത് മാത്രമാണ്. ഹമേഷ കെലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവർ എന്നുള്ള അർത്ഥമാണ്, എന്നേക്കുമായിട്ട്. ഇസേ സംഭാൽക്കർ രഖ്ന ഓർ ജൽദി ഠീക്ക് ഹോ ജാന. എന്നിട്ട് പറയാണ് ഇസേ സംഭാൽക്കർ രഖ്ന, അതിനെ സൂക്ഷിച്ചു വെക്കണം, അതുപോലെ തന്നെ ജൽദി ഠീക്ക് ഹോ ജാന, പെട്ടെന്ന് തന്നെ സുഖപ്പെടണം എന്ന് പറയാണ്. ജിസ് ദിൻ തും ഷെഹർ വാപ്പസ് ആവുകെ, എന്നാണോ നീ പട്ടണത്തിലേക്ക് തിരിച്ചു വരുന്നത്, ഹമാരി ടീം മേ സബ്സെ പെഹലെ തുമ്ഹാര നാം ലിഖാ ജായേഗ, ഞങ്ങളുടെ ടീമില് ആദ്യമായിട്ട് എഴുതുന്ന പേര് നിന്റേതായിരിക്കും എന്നാണ് പറയുന്നത്. ഹം സബ് തുമ്ഹാര ഇന്റസാർ കരേങ്കെ, ഞങ്ങൾ എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. തുമ്ഹാര ദോസ്ത് ശിവ്, നിന്റെ കൂട്ടുകാരൻ ശിവ്. ക്യാപ്റ്റന്റെ പേര് ഞാനിവിടെ ശിവ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേരൊക്കെ കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഹാനി കി ചരം സീമാക്കോ ബദൽക്കർ ലിഖേ എന്നാണ് പറയുന്നത്. അതായത് സ്റ്റോറിന്റെ എൻഡിങ് ഇല്ലേ, ക്ലൈമാക്സ്, അത് മാറ്റി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലഡ്കോ കി ബോൾ നിർമ്മാണാധീൻ ഇമാരത് കി ഛത് പർ ചലി ഗയി. അങ്ങനെ കുട്ടികൾ കളിച്ചിരുന്ന ആ ബോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ റൂഫിലേക്ക് പോയി. സബ് നിരാശ് ഹോക്കർ നീം കെ പേട് കെ നീച്ചെ ബാഠേ ഥേ. എല്ലാരും നിരാശരായിട്ട് ആ നീമിന്റെ മരത്തിന്റെ താഴെ ഇരിക്കുകയായിരുന്നു. तभी केशव मुस्कुराता हुआ छत पर दिखाई दिया और बॉल नीचे फेंक दी. ആ സമയത്താണ് കേശവ് പുഞ്ചിരിച്ചുകൊണ്ട് ആ റൂഫ് ടോപ്പിൽ കാണപ്പെട്ടത്. എന്നിട്ട് എന്താ ചെയ്തത്, ബോൾ എടുത്തിട്ട് നീച്ചെ ഫേക് ദി, താഴോട്ട് എറിഞ്ഞു. ലड़के खुश हो गए और अपने खेल में वापस लौट गए. അങ്ങനെ കുട്ടികൾ, ആ ബോയ്സ് എല്ലാവരും ഹാപ്പി ആയി. എന്നിട്ട് വീണ്ടും അവരെന്ത് ചെയ്തു, അവരുടെ മാച്ച് കണ്ടിന്യൂ ചെയ്തു, കളിക്കാനായിട്ട് തിരിച്ചുപോയി അവര്. थोड़ी देर बाद केशव धीरे धीरे इमारत की सीढ़ियों से नीचे उतरने लगा. थोड़ी देर बाद, അതായത് കുറച്ചു സമയത്തിന് ശേഷം കേശവ് ധീരെ ധീരെ എന്ന് വെച്ചാൽ പതിയെ പതിയെ, സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണി എന്നാണ് അർത്ഥം. അപ്പം ആ ഒരു ബിൽഡിങ്ങിന്റെ അവിടെ നിന്നുള്ള സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് പതിയെ പതിയെ കേശവ് താഴോട്ട് വരാനായിട്ട് തുടങ്ങി. ഉത്തരനെ ലഗാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ജബ് ആഖിരി സീഡി തക് പहुंचा तो सारे लड़के तालियां बजाने लगे. അവൻ അവസാനത്തെ സ്റ്റെപ്പിന്റെ അവിടെ എത്തിയപ്പോൾ എല്ലാ ആൺകുട്ടികളും താലിയ ബജാനെ ലഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി, അവന് വേണ്ടിയിട്ട് കൈയടിക്കാനായിട്ട് തുടങ്ങി. ഏക് ലഡ്കിനെ കഹ വാ കേശവ് തും തോ അസ്ലി ഹീറോ നിക്ലേ. ഒരു ആൺകുട്ടി പറഞ്ഞു, കേശവ് നീ ഒരു ഹീറോ ആണല്ലോ എന്നുള്ളത്. അസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള എന്നുള്ളതാണ്. അപ്പം നീ ശരിക്കും ഒരു ഹീറോ ആണല്ലോ കേശവ് എന്ന് പറഞ്ഞു. കപ്താൻ ने केशव के पास आकर कहा अगर तुम इतने बहादुर हो तो हमारी टीम में क्यों नहीं आते. അങ്ങനെ ക്യാപ്റ്റൻ കേശവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഇത്രയും ധൈര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ബഹാദുർ എന്ന് വെച്ചാൽ ധൈര്യശാലി എന്നുള്ള അർത്ഥമാണ്, നീ ഇത്രയും ധൈര്യശാലി ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ടീമിലേക്ക് വരാത്തത് എന്ന് ചോദിച്ചു. കേശവ് की आंखों में खुशी के आंसू आ गए. उसने कहा सच में. സന്തോഷം കൊണ്ട് കേശവിന്റെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ കേശവ് ചോദിക്കുക, സച്മേ, ശരിക്കും എന്നിങ്ങനെ ചോദിച്ചു. സബി ലഡ്കോനെ മിൽക്കർ ഉസേ ബല്ല ഥമായ ഓർ ഖേൽ മേ ഷാമിൽ കർ ലിയ. അപ്പം എല്ലാ ബോയ്സും കൂടിയിട്ട് എന്ത് ചെയ്തു, അവന്റെ കയ്യിൽ ആ ബാറ്റ് പിടിപ്പിച്ചു. ബല്ല ഥമായ എന്ന് പറയുമ്പോൾ അവരായിട്ട്, ഈ കുട്ടികളായിട്ട് കേശവിന്റെ കയ്യിൽ ബാറ്റ് കൊണ്ടു കൊടുത്തിട്ട് പിടിക്കാൻ പറഞ്ഞതുപോലെയാണ്. അങ്ങനെ
കയ്യിൽ ബാറ്റ് പിടിപ്പിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ഖേൽ മേ ഷാമിൽ കർ ലിയ, അവരുടെ ആ ഒരു കളിയിൽ അവനെ ഉൾപ്പെടുത്തി. ഷാമിൽ കർണ എന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്യുക, ഉൾപ്പെടുത്തുക. കപ്താൻ ने अपनी वाइट कैप उसके सिर पर रख दी, ക്യാപ്റ്റന്റെ വൈറ്റ് ക്യാപ്പ് എന്ത് ചെയ്തു? കേശവിന്റെ തലയിൽ വെച്ചു കൊടുത്തു. केशव पहली बार अपने आप को अकेला नहीं बल्कि टीम का हिस्सा महसूस कर रहा था. കേശവന് ആദ്യമായിട്ട് ഒറ്റപ്പെടലല്ല തോന്നിയത്, അതിന് പകരം എന്താണ്, ഒരു ടീമിന്റെ ഭാഗമാകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ഫീലിംഗ് അനുഭവപ്പെടുകയാണ് ചെയ്തത്. ഹിസ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗം, മെഹസൂസ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവപ്പെടുക എന്നുള്ള അർത്ഥമാണ്, ഫീൽ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ സ്റ്റോറി മാറ്റി എഴുതിയത്. അപ്പോ ഈ ചാപ്റ്ററിൽ അത്രയാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.